ഇന്ന് മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ആനന്ദാശ്രുക്കൾ എന്ന പാഠഭാഗത്തിലെ ഫാദർ ഫ്രാൻസിസിന്റെ കഥാപാത്ര നിരൂപണമാണ് നമ്മൾ എഴുതാൻ പഠിക്കുന്നത്. ക്രിസ്മസ് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പൊ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാദർ ഫ്രാൻസിസിന്റെ കഥാപാത്ര നിരൂപണമാണ്. അപ്പോൾ കഥാപാത്ര നിരൂപണം നിങ്ങളുടെ പുതിയ പാറ്റേൺ അനുസരിച്ച് എക്സാം പേപ്പറിൽ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ 7 മാർക്കിന്റെ സെക്ഷനിലേക്കായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ചോദ്യം ഇങ്ങനെയാണ്: മകനെ, എന്താ നീ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? ഇങ്ങ് അടുത്തു വരൂ. നിന്റെ മുഖത്ത് എന്താണ് ഒരു വല്ലായ്മ? ഒന്നും ഒളിച്ചു വെക്കാതെ എന്നോട് പറയൂ. കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിച്ചുകൂടാ. ഏതായാലും നീ ഭാവിയെ ഓർത്ത് വിഷമിക്കേണ്ട. എല്ലാം നീ നിശ്ചയിച്ചതുപോലെ ശരിപ്പെടും. ഇത് ആനന്ദാശ്രുക്കൾ എന്ന പാഠഭാഗത്തിലെ ഏതാനും വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. പാഠസന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് ഫാദർ ഫ്രാൻസിസ് എന്ന കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ നിരൂപണം ചെയ്യുക. 7 മാർക്കിന്റെ ചോദ്യമായിട്ടായിരിക്കും ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഇതിലെങ്ങനെ ഉത്തരം എഴുതാമെന്ന് നോക്കാം. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾ പ്രധാനമായും 2-3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ആദ്യത്തേത് പാഠസന്ദർഭങ്ങൾ വിശകലനം ചെയ്യണം. ഇത് ഏത് സന്ദർഭവുമായാണ് പാഠഭാഗത്ത് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് എന്ന് നിങ്ങൾ എഴുതണം. അതേപോലെ തന്നെ ഫാദർ ഫ്രാൻസിസ് എന്ന കഥാപാത്രത്തിന്റെ മനോഭാവങ്ങളും മൂല്യങ്ങളും അവിടെ രേഖപ്പെടുത്തണം. കൂടാതെ ഉചിതമായ ഭാഷയിൽ അത് അവതരിപ്പിക്കുകയും വേണം. ഉത്തരം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ആനന്ദാശ്രുക്കൾ എന്ന നോവൽ ഭാഗത്ത് കനിവിന്റെയും കരുതലിന്റെയും ആൾരൂപമായി വായനക്കാരുടെ മനസ്സിൽ ഇടം നേടിയ കഥാപാത്രമാണ് ഫാദർ ഫ്രാൻസിസ്. 5 വയസ്സുവരെ സിസ്റ്റർ തെരേസയുടെ പരിചരണത്തിൽ കഴിഞ്ഞ ശേഷം ജോസ് എത്തിയത് ഫാദർ ഫ്രാൻസിസിന്റെ നിയന്ത്രണത്തിലുള്ള പള്ളിവക ഓർഫനേജിലാണ്. ആരുമില്ലാത്തവരെങ്കിലും അവിടെയുള്ള കുട്ടികൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. പള്ളിവക സ്കൂളിൽ മറ്റു കുട്ടികൾക്കൊപ്പം പഠിച്ചപ്പോൾ അവരുടെ പരിഹാസ വാക്കുകളും വീട്ടുകാര്യങ്ങളും വീട്ടുകാരെ കുറിച്ചുള്ള സംസാരങ്ങളും ജോസിന്റെ മനസ്സിനെ മുറിപ്പെടുത്തി. അവനെ ചേർത്ത് നിർത്തി അത്തരം ദുഃഖങ്ങൾ ഇല്ലാതാക്കിയത് ഫാദർ ഫ്രാൻസിസിന്റെ വാക്കുകളും സാമീപ്യവുമാണ്. മറ്റു കുട്ടികൾക്കൊപ്പം ചേരാതെ ദുഃഖിതനായി ഇരിക്കുന്ന ജോസിന്റെ അരികിലേക്ക് ഫാദർ ഫ്രാൻസിസ് സ്നേഹത്തിന്റെ തലോടലുമായി എത്തുമായിരുന്നു. അവന്റെ വേദനകൾ പറയാതെ തന്നെ മനസ്സിലാക്കി ആശ്വസിപ്പിക്കും. പ്രാർത്ഥനയിൽ ആശ്വാസം കണ്ടെത്താൻ ഉപദേശം നൽകും. പഠനത്തിൽ മിടുക്കനായ ജോസ് 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ വിവരം അവനെ ആദ്യം അറിയിക്കുന്നത് ഫാദറാണ്. ഭാവിയെക്കുറിച്ചുള്ള അവന്റെ മനസ്സിലെ ഉത്കണ്ഠകൾ തിരിച്ചറിഞ്ഞ് തുടർ പഠനത്തിനുള്ള ഏർപ്പാടുകളും അദ്ദേഹം ചെയ്തു കൊടുക്കുന്നുണ്ട്. അനാഥനാണെന്ന സങ്കടങ്ങൾക്ക് ജോസിനെ വിട്ടുകൊടുക്കാതെ ചേർത്ത് നിർത്തുന്നത് ഫാദർ ഫ്രാൻസിസിന്റെ സാന്നിധ്യവും വാക്കുകളുമാണ്. ഒരു മകനോടെന്ന പോലെ സ്നേഹവും വാത്സല്യവും കരുതലുമെല്ലാം അദ്ദേഹം അവന് നൽകുന്നുണ്ട്. പ്രതിസന്ധിയിൽ താങ്ങും തണലുമാകുന്ന ഒരു പിതൃതുല്യമായ കഥാപാത്രമാണ് ഫാദർ ഫ്രാൻസിസ്.